അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് ഇത്ര ദൂഷ്യവശങ്ങളുണ്ട്, അത് നമ്മൾ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അന്നത്തെ ദിവസം തന്നെ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നാണ്. പക്ഷെ അവന് വേറെയും കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അവന്റെ അമ്മാവൻ തല്ലി, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാമില് കളിച്ചതടക്കം ഞങ്ങളല്ല കണ്ടുപിടിച്ചത്, വീട്ടുകാരാണ് കണ്ടുപിടിച്ചത്. വീട്ടുകാർ കൂടിയുള്ള സമ്മർദ്ദം കുട്ടിക്ക് ഉണ്ടായിരുന്നു 100% ഉണ്ടായിരുന്നു. അതിൽ ഒരു സംശയമില്ല. അതൊന്നും വെളിച്ചത്ത് വന്നില്ല. അധ്യാപിക കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ച കാര്യം മാത്രമാണ് വളച്ചൊടിച്ച് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. ഈ പല ന്യൂസ് ചാനലും അവരവിടെ കള്ളമാണ് പറയുന്നത്. അവിടെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അർജുനെ കൊണ്ട് ആരും പോയി ചാവാൻ പറഞ്ഞില്ല. ആശ ടീച്ചർ വെറും വൈരാഗ്യത്തോടെയാണ് പല വിദ്യാർത്ഥികളും കാണുന്നത്. ഇവിടെ നടക്കുന്ന നാടകമാണ്. അതിന് വേറെ ഒന്നും ആശ ടീച്ചർ പറഞ്ഞിട്ടില്ല. ഏതൊരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ആശ ടീച്ചറും പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ആത്മഹത്യ ഒന്നുമല്ല. അതെ, ഞാൻ അവനൊന്നും പഠിച്ചതാണ്. ഈ അവൻ മരിക്കുന്നതിന് അതെ, ആ ക്ലാസ്സിൽ അവൻ ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ ഒപ്പമാണ് പഠിക്കുന്നത്. ആ തലേ ദിവസം ഞാൻ സംസാരിച്ചാണ്. അവൻ വളരെ മൂഡ് ഓഫ് ആയിട്ടായിരിക്കുന്നത്. പല ഫാമിലി ഇഷ്യൂസും അവനുണ്ട്. അത് ഇതുകൊണ്ട് മാത്രമൊന്നും ആർക്ക് പറയാൻ പറ്റും. ഇവൻ മരിക്കുന്നതിന് മുന്നേ ഇവര് പോയിട്ട് ചോദിച്ചോ? എങ്ങനെ എനിക്ക് ആരോപണങ്ങൾ ചോദിക്കാൻ പറ്റും? പക്ഷെ എന്താണെന്നറിയോ, നമ്മള് അല്ല, ഒരു അധ്യാപിക ഒരിക്കലും കുട്ടി മരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെ ചീത്ത പറയാറില്ല, ഉപദേശിക്കാറില്ല. കുട്ടി നന്നാവണമെന്ന് വിചാരിച്ചിട്ടാണ് അധ്യാപകർ എപ്പോഴും പ്രവർത്തിക്കുന്നത്. മതി ടീച്ചറെ, ഒരു ടീച്ചറും കുട്ടികൾ വഷളാവാൻ വേണ്ടി മത്സരിക്കാറില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വഷളാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ മത്സരിക്കാറുമുണ്ട്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന കാലമാണ്. ആ കുഞ്ഞുമോൻ പറയുന്നത് പോലെ ചില മാധ്യമങ്ങളാണ് പ്രശ്നക്കാർ. മാധ്യമങ്ങൾക്ക് പകലിനെ രാത്രിയാക്കാനും രാത്രിയെ പകലാക്കാനും വില്ലനെ നായകനാക്കാനും നായകനെ വില്ലനാക്കാനും സാധിക്കും. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതിനിടയിൽ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ വ്യക്തമായൊരു കാര്യം, അവരവരുടെ മക്കളെ ഇങ്ങനെ സമരമുറകളുമായി പറഞ്ഞയക്കാതിരിക്കുക. ഇവിടെ പോലീസുണ്ട്, നിയമമുണ്ട്, അവർ അന്വേഷിക്കട്ടെ, കുറ്റക്കാരെ കണ്ടെത്തുകയും ചെയ്യട്ടെ. മരണകാരണം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ മറ്റു കോപ്രായങ്ങളോ അതെന്ത് തന്നെ ആയാലും കേരള പോലീസ് അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഭാവി സുരക്ഷിതമാക്കേണ്ട നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഓരോ മാതാപിതാക്കളും ഇനിയെങ്കിലും സ്വന്തം മക്കളെ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കുമായി മക്കൾ പെട്ടിട്ടുണ്ടോ, മറ്റു വിഷയങ്ങളുമായി മക്കൾക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് സ്വന്തം കുട്ടികളെ സംരക്ഷിക്കുക. കാരണം കാലം അങ്ങനെയാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട.